ശോ ബോറടിച്ചിട്ട് മേലല്ലോ. എന്നാലേ തിരിച്ചടി. അതാരാ? ചേച്ചി ചേച്ചി, പാറുണ്ട് സൗണ്ട്. എടി പാറു, എടി കേറി വാടി ഇങ്ങോട്ട്. അനക്കൊന്നുമില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. എത്ര ദിവസമായി അവള് പോയിട്ട്. എടി ചേച്ചിയേ. പാറു, നീ എത്തിയോ? യെസ് ചേച്ചി, യെസ് ഐ ആം ബാക്ക്. എത്ര നാളായി നിന്നെ കണ്ടിട്ട്. എവിടെയായിരുന്നു നീ ഇത്രയും ദിവസം? ഒന്ന് വിളിക്കുക കൂടി ചെയ്തില്ലല്ലോ എന്റെ പൊന്നു ചേച്ചി. അച്ചോടാ, ഒന്നും പറയണ്ട ചേച്ചി. ക്യാമ്പിന് പോയതാണല്ലോ. കാട്ടിലായിരുന്നു. ഒരു ഇറ്റ റേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല. ആരും വീട്ടിലോട്ട് വിളിച്ചോ ഇല്ല. ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ എത്തുമായിരിക്കും. എടി വിശേഷമൊക്കെ പറയടി. പറയാം. അമ്മേ അമ്മേ, ദേ ആരാ വന്നെങ്കിലും നോക്കിയേ. എന്റെ മോനെ, നീ എത്തിയോ? അമ്മേ, അയ്യോ ആകെ ക്ഷീണിച്ചല്ലോ എൻ്റെ കൊച്ച്. മോനെ കാണാണ്ട് അമ്മ എന്ത് വിഷമിച്ചെന്നറിയാവോ? ഒടുക്കത്തെ പണിയായിരുന്നമ്മേ ക്യാമ്പിൽ. ഒന്നും പറയണ്ട അമ്മേ, ഒന്നും പറയണ്ട അമ്മേ. എന്തെങ്കിലും കനത്തിലെടുത്തോ കഴിക്കാം. അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കി കൊണ്ടുവരാട്ടോ. മോനിങ്ങ് എത്തിയല്ലോ, അമ്മയ്ക്ക് സമാധാനം. എടി നീ എങ്ങും പോണ്ട. എനിക്കന്നോട് ബോറടിച്ച് മടുത്ത്. ചേച്ചിനെ കാണാനായിട്ടും കുശുമ്പൂത്ത് അതുകൊണ്ടും എനിക്കൊരു സുഖം ഉണ്ടായില്ല. വിശേഷങ്ങളൊക്കെ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിക്കോ. എനിക്ക് സ്റ്റഡി ലീവാ. ഇഷ്ടംപോലെ അവധിയുണ്ട് കേട്ടോ. ചേച്ചി, എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി എനിക്ക് സുഖിച്ചിരിക്കാം. അടുത്തത് നീയാണല്ലോ. നിന്റെ പരീക്ഷയൊക്കെ വരുമല്ലോ. ചേച്ചി ചേട്ടൻ എന്നാ പറയുന്നു? സുഖമൊക്കെ തന്നെ? പേടി അവിടുന്ന് ഞാനിപ്പോൾ കാണാറ് കൂടിയില്ല. അതെന്ത് പറ്റി? പൊട്ടി പാരീസായോ? പാറു വന്ന് കയറിയേ ഉള്ളൂ. എൻ്റെ പിന്നെയും കിട്ടും ഇപ്പം തന്നെ കേട്ടല്ലോ. എൻ്റെ കുഞ്ഞു, ഇതൊന്നും ചോദിക്കാൻ പാടില്ലേ? ഇല്ല. എടി, ഞാൻ നിനക്ക് കുറച്ച് സൂത്രങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ട് വരാട്ടോ. ഇനി കുറച്ച് ദിവസമൊക്കെ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് വഞ്ഞ. എന്താ സ്വീകരണം, വെറൈറ്റി ആയിട്ടുണ്ട്. എൻ്റെ ശാന്തസുന്ദരമായ അന്തരീക്ഷം. എൻ്റെ വീട്. ആ കാട്ടിൽ വലിയ ആനയൊക്കെ വന്നിരുന്നെങ്കിൽ ഇപ്പം കാണായിരുന്നു.